എൻ്റെ ഹിസ്റ്ററി തിരിഞ്ഞ് നോക്കുമ്പോൾ ഭയങ്കര ഫണ്ണാണ്. കാരണം ഞാൻ നീറ്റിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ കംപ്ലീറ്റ്ലി നീറ്റ് ഓറിയൻറ്റഡ് ആയിട്ടാണ് പഠിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും ഒരിക്കലും തൊട്ടിട്ടില്ലായിരുന്നു. കുറിച്ച് എനിക്ക് വലിയ ബേസിക് ഐഡിയ പോലും ഇല്ലായിരുന്നു. സിലബസ് എന്താണെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഫുൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നീറ്റിന് വേണ്ടിയിട്ടായിരുന്നു. അതും നീറ്റിന് പഠിക്കുന്ന സമയത്ത് ഉഴപ്പി അവസാനത്തെ കുറച്ച് മാസം, അതായത് 1.5 മാസം ഇരുന്നിട്ടാണ് ഞാൻ പഠിക്കുന്നത്. ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ. അങ്ങനെയുള്ള ഒരാൾ എഴുതി വന്നപ്പോൾ 98.7% കിട്ടുകയും കമ്പ്യൂട്ടർ സയൻസ് കിട്ടാൻ ചാൻസ് ഉണ്ടായിട്ട് അത് ഒഴിവാക്കിയിട്ട് തൊട്ട് മുന്നത്തെ ഒരു മൊമെന്റിൽ നേരെ പിടിച്ചിട്ട് കമ്പ്യൂട്ടർ സയൻസിന്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ താഴോട്ട് കൊണ്ടുവന്ന് കെമിക്കൽ എഞ്ചിനീയറിംഗിന്റെ മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് അങ്ങനെ കെമിക്കൽ എഞ്ചിനീയറിംഗ് എടുക്കുകയും ചെയ്ത അങ്ങനത്തെ ഒരാളാണ് ഞാൻ. ഹലോ, എൻ്റെ പേര് ശ്യാംരാജ് ടി. ഞാൻ NIT കാലിക്കറ്റ് കെമിക്കൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്. നീറ്റിന് വേണ്ടി പഠിച്ച് ഫുൾ പ്രിപ്പറേഷനൊക്കെ കൊണ്ട് നടന്ന് അവസാനം JEE വഴി 98.7% കിട്ടുകയും NIT കാലിക്കറ്റിൽ കമ്പ്യൂട്ടർ സയൻസ് കിട്ടുമായിരുന്നിട്ട് അത് ഒഴിവാക്കി കെമിക്കൽ എഞ്ചിനീയറിംഗ് എടുത്ത എൻ്റെ ഒരു കഥ, അതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എൻ്റെ വീട് കോഴിക്കോട് മുക്കത്താണ്. മുക്കത്ത് നിന്നും കോഴിക്കോട് പോകുന്ന വഴിക്ക് എനിക്ക് NIT കാലിക്കറ്റ് എന്ന് പറഞ്ഞ വലിയ ക്യാമ്പസ് കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ NITയിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ എനിക്ക് ആകെ NIT മൊത്തത്തിലുണ്ടായിരുന്ന ഒരു അറിവെന്ന് പറഞ്ഞത് ഇത്ര കാര്യങ്ങൾ മാത്രമായിരുന്നു. അതായത് വലിയൊരു ക്യാമ്പസ് ഉണ്ട്, പിന്നെ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുള്ള അറിവുണ്ട്, രാഗം തത്വ എന്ന് പറഞ്ഞിട്ടുള്ള വലിയ ഇവൻറ്റ്സ് നടക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഈ കോളേജിലേക്ക് എത്താൻ പറ്റുക എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ഇതിന് വേണ്ടി ഒരു സെപ്പറേറ്റ് എക്സാം ഉണ്ട്, അതും കുറേ ആൾക്കാർ എഴുതുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലെവലിൽ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ ഇങ്ങനത്തെ NIT മുതലായിട്ടുള്ള കോളേജിലേക്ക് കയറാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അങ്ങനെയായിരുന്നു ആദ്യത്തെ ഒരു ഭാഗമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ +2 കഴിഞ്ഞിട്ട് മിക്ക ആൾക്കാരെ പോലെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഡിഗ്രിക്ക് പോകണോ അല്ലെങ്കിൽ ഇനി എനിക്ക് പ്രത്യേകിച്ച് ഒരു പാഷൻ ഇല്ല, അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു സംശയം വന്നു. അങ്ങനെ എൻ്റെ കൂടെയുള്ള കുറേ ആൾക്കാർ മെഡിക്കൽ എൻട്രൻസിന് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അവരുടെ കൂടെ മെഡിക്കൽ എൻട്രൻസിന് ജോയിൻ ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്. ഇങ്ങനെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മളുടെ കോവിഡ് വന്നത്. അപ്പോൾ ഞാൻ 1ാം ക്ലാസ് വരെ 12ാം ക്ലാസ് വരെ ഒരു സ്റ്റേറ്റ് സിലബസ് പഠിച്ച ആളാണ്. അപ്പോൾ ഈ എൻട്രൻസ് എന്ന് പറഞ്ഞ കാര്യം എന്നെ സംബന്ധിച്ച് വളരെ പുതുമയുള്ള, ആദ്യമായിട്ട് അറിയുന്ന ഒന്നായിരുന്നു. അപ്പം ഈ എൻട്രൻസിൻ്റെ മെയിൻ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ഏറ്റവും കുറഞ്ഞ സമയത്ത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം കൂടിയായിരുന്നു ഇത്. ഒന്ന് പഠിച്ച് റെഡിയായി കുറച്ച് ക്വസ്റ്റ്യനൊക്കെ ചെയ്ത് വരുന്നതിൻ്റെ ഇടയിലായിരുന്നു ഈ കോവിഡ് വന്നത്. അങ്ങനെ എല്ലാവർക്കും വീട്ടിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ എത്തി. ഇനി വീട്ടിലെത്തിയതിന് ശേഷമാണ് അടുത്ത ഒരു ലെവലിലേക്ക് മാറുന്നത്. അതായത് കുറച്ചൊന്ന് പഠിച്ചു വരികയായിരുന്നല്ലോ, വീട്ടിലെത്തി എക്സാം ഡേറ്റ് ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്യുന്നു, ഒരു അൺസർട്ടനിറ്റിയാണ് മൊത്തത്തിലുണ്ടായിരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു അറിവില്ലായിരുന്നു. അങ്ങനെ ആ ഒരു പഠനത്തോടുള്ളൊരു ഇൻട്രസ്റ്റൊക്കെ മെല്ലെ മെല്ലെ കുറഞ്ഞു വന്നു. ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല, പഠിക്കുന്നില്ല, അങ്ങനെ ഒരു ഉഴപ്പി നടക്കാൻ തുടങ്ങി. അതായത് നമ്മളൊന്നും പഠിക്കുന്നില്ല, എപ്പോൾ വേണമെങ്കിലും എക്സാം കണ്ടക്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നീറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുക എന്ന് പറഞ്ഞിരുന്നത് May 5-നായിരുന്നു. അപ്പോൾ അത് മാറ്റി പിന്നീട് അത് ജൂലൈയിലേക്ക് മാറ്റി അവസാനം സെപ്റ്റംബറിൽ കണ്ടക്ട് ചെയ്യുകയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, മൊത്തത്തിൽ ഭയങ്കര മടി പിടിച്ചിരിക്കുകയായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നീറ്റിന് വേണ്ടി മാത്രമേ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. JEE-യെക്കുറിച്ചൊന്നും ആ സമയത്ത് ഞാൻ ചിന്തിച്ചിട്ട് പോലില്ലായിരുന്നു. അങ്ങനെ വീണ്ടും ഞാൻ പഠിക്കാൻ തുടങ്ങുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ സ്കൂളിലുണ്ടായിരുന്ന ഒരു സീനിയറായിരുന്നു. അപ്പോൾ +2 വരെ നല്ല ടോപ്പറൊക്കെ ആയി നിന്നിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിൽ തന്നെയായിരുന്നു ആ ചേട്ടനും +2 കഴിഞ്ഞ് എൻട്രൻസിന് പോയിട്ടുണ്ടായിരുന്നത്. നീറ്റിനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്, പക്ഷേ കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം പുള്ളിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അന്ന് കുറേ നാളുകൾക്ക് ശേഷം എനിക്ക് പുള്ളി ഒന്ന് മെസ്സേജ് അയക്കുകയുണ്ടായിരുന്നു, എൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ പറയുന്നതിൻ്റെ ഇടയിലായിരുന്നു പുള്ളി ഒരു മെയിൻ കാര്യം എൻ്റെ ലൈഫിൽ കുറച്ചൊരു ചിന്ത വരുത്തിയൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇത്ര മാത്രമായിരുന്നു: നീ 1 മണിക്കൂറോ 2 മണിക്കൂറോ അല്ലെങ്കിൽ 3 മണിക്കൂറോ മാത്രം ഉറങ്ങി ബാക്കിയുള്ള സമയം ഫുൾ പഠിച്ച് നിൻ്റെ ഊണും ഉറക്കവും എല്ലാം ത്യജിച്ചുകൊണ്ട് പഠിച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് ആ ഒരു ലെവലിൽ ആണ് നീ പ്രിപ്പയർ ചെയ്ത് എന്നിട്ട് നീ എക്സാം എഴുതുകയാണ്. പക്ഷേ ആ എക്സാമിൽ നീ പാസ്സായിട്ടില്ലെങ്കിൽ, നിനക്ക് വിചാരിച്ച മാർക്ക് കിട്ടിയില്ലെങ്കിൽ, നീ വിചാരിച്ച കോളേജ് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അവിടെ നിനക്കൊരു വിലയില്ല. അതായത് സമൂഹം നിന്നെ നോക്കി കാണുന്നത് നിനക്ക് കിട്ടിയ റിസൾട്ടിൻ്റെ ബേസിസിലാണെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്നെ വല്ലാതെ ഒരു മോട്ടിവേഷൻ തന്ന ഒന്നായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ 0-ലാണ് നിൽക്കുന്നത്. അപ്പം തന്നെ പുള്ളി എന്നോട് പറഞ്ഞ വേറൊരു കാര്യം കൂടെ ഉണ്ട്: നീ കോമ്പീറ്റ് ചെയ്യുന്നത് എൻ്റെ ക്ലാസ്സിലുള്ള ഒരു 100ഓളം കുട്ടികളോട് വേണ്ടി മാത്രമല്ല, അതായത് മൊത്തത്തിൽ നീറ്റ് എഴുതുന്ന ഒരു വർഷം 15ഓളം ലക്ഷം കുട്ടികളായിരുന്നു അന്ന്. അതായത് ഒരു 2019-20 ആ ഒരു കാലഘട്ടത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് നിങ്ങൾക്കറിയാം അതിനേക്കാട്ടി ഒരു ലക്ഷക്കണക്കിന് കുട്ടികളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ആ കാര്യം നമുക്കറിയാമല്ലേ. അപ്പോൾ അത്രയും ലക്ഷം കുട്ടികളോടാണ് നീ മത്സരിക്കുന്നത്. അപ്പോൾ നീ ആ ഒരു ലെവലിൽ കോൺഫിഡൻസോട് കൂടെ പഠിച്ച് മാക്സിമം പ്രിപ്പറേഷൻ കൊടുത്ത് മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്താൽ മാത്രമേ നിനക്കിത് കിട്ടുള്ളൂ. അപ്പോൾ ആ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ നിന്ന് കിട്ടിയ, അപ്പോൾ അത് ഒരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ ഞാൻ എടുത്ത് പഠിക്കാൻ തുടങ്ങുമായിരുന്നു.
അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇങ്ങനെ ഡേറ്റ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു സമയം ഇങ്ങനെ കടന്നു പോകുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഫുൾ സോഷ്യൽ മീഡിയയ്ക്ക് അഡിക്റ്റായി. അങ്ങനെ വേറൊന്നും ചെയ്യാനില്ല. സിനിമ കാണുന്നു, സീരീസ് കാണുന്നു. വീട്ടുകാർക്കൊന്നും കൂടുതൽ പറയാനില്ല, കാരണം എല്ലാവരും കോവിഡ് കാരണം വീടിൻ്റെ ഉള്ളിലാണ്. എക്സാം എന്നാ നടക്കുക എന്നുള്ള കാര്യത്തിൽ വരെ ആർക്കും ഉറപ്പില്ല. അങ്ങനെ ഒരു 1.5 മാസം, അതായത് സെപ്റ്റംബറിൻ്റെ കണക്കാക്കിയിട്ട് 1.5 മാസം മുന്നെയാണ് ഞാൻ ഈ ഒരു കാരണം കൊണ്ട് പഠിച്ച് തുടങ്ങുന്നത്. അപ്പോൾ എനിക്ക് എന്ത് പഠിക്കണം എന്നറിയില്ല, ബിഗ് സീറോ ആയിട്ട് നിൽക്കുകയാണ്. പഠിച്ച കാര്യങ്ങളൊക്കെ ഏകദേശം മറന്നു പോയിട്ടുള്ളൊരവസ്ഥ. അപ്പോൾ അന്നാണ് ഞാൻ എൻ്റെ യൂട്യൂബ് യൂസ് ചെയ്തിട്ട് ആദ്യമായിട്ട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് എങ്ങനെ എഫക്റ്റീവായിട്ട് പഠിക്കുക എന്നുള്ള കാര്യം നോക്കുന്നത്. അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് ചാപ്റ്റർ വൈസ് പ്രയോറിറ്റി ലിസ്റ്റ്, അതായത് നീറ്റിൻ്റെ കേസിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ടോപ്പിക്കുകൾ, അതുപോലെ തന്നെ ഏതൊക്കെ ചാപ്റ്ററിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ചില ചാപ്റ്റേഴ്സ് ഞാൻ ഇതുവരെ നോക്കാത്ത ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അത് ഞാൻ എനിക്ക് സമയമില്ലല്ലോ, അത് പോട്ടെ, അതിൽ നിന്ന് കിട്ടുന്ന മാർക്ക് പോട്ടെ, എനിക്ക് കുറച്ച് എളുപ്പമായിട്ടുള്ള, അല്ലെങ്കിൽ എനിക്ക് പഠിച്ചാൽ കയ്യിൽ ഒതുങ്ങും എന്നുള്ള ചാപ്റ്റേഴ്സിന് ഞാൻ കൂടുതൽ പ്രയോറിറ്റി കൊടുത്തു പഠിക്കാൻ തുടങ്ങി. നിങ്ങൾക്കറിയാം, നമ്മൾ 0 സ്റ്റാർട്ട് ചെയ്യണം, അപ്പോൾ എന്തായാലും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. ഞാൻ എന്നെ തന്നെ ഇരുത്തി പഠിപ്പിച്ച് കൊണ്ടുവന്നായിരുന്നു. സോ ആ ഒരു ടൈമിലാണ് ഞാൻ ആദ്യമായിട്ട് പൊമഡോറോ, നിങ്ങൾക്ക് ചില ആൾക്കാർക്കെങ്കിലും അറിയായിരിക്കും, പൊമഡോറോ ടെക്നിക്കൊക്കെ യൂസ് ചെയ്ത് പഠിക്കാൻ തുടങ്ങിയത്. അതായത് 25 മിനിറ്റിൻ്റെ ഒരു 4 സെഷൻ ഉണ്ടാവും. ഓരോ 25 മിനിറ്റ് കഴിയുമ്പോഴും നമുക്കൊരു 5 മിനിറ്റിൻ്റെ ബ്രേക്ക് ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 25 മിനിറ്റ്, അങ്ങനെ ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള 4 25 മിനിറ്റ് ബ്രേക്കിന് ശേഷം ഒരു 15 മിനിറ്റിൻ്റെ ഒരു വലിയ ബ്രേക്ക്. സോ ഈ ഒരു രീതിയിൽ പഠിച്ചപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ എനിക്ക് എഫക്റ്റീവായിട്ട് പഠിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ഞാൻ ഈ ഒരു 1.5 മാസം കൊണ്ട് എനിക്ക് പഠിക്കണം, എനിക്ക് നേടണം എന്നുള്ളൊരു ഒറ്റ ലക്ഷ്യം വന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ ചിന്തിച്ചപ്പോൾ എങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് ഒപ്റ്റിമൈസ് ചെയ്ത് പഠിക്കുക എന്നുള്ള ആ ഒരു ചിന്ത കൂടെ വന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ പൊമഡോറോ ടെക്നിക്കൊക്കെ യൂസ് ചെയ്തിട്ട് പഠിക്കാനൊക്കെ തുടങ്ങിയത്. സോ അങ്ങനെ പഠിച്ചു തുടങ്ങിയപ്പോൾ ഒരിക്കലും ഇല്ലാത്ത രീതിയിലൊരു കോൺഫിഡൻസ് വന്നു തുടങ്ങി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഞാൻ പഠിച്ചു, ഇത്രയും ക്വസ്റ്റ്യൻസ് ഞാൻ പഠിച്ചിട്ടുണ്ട്, ഇനി ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റും. സോ ഞാൻ ഇപ്പോഴും ജെയുടെ ക്വസ്റ്റ്യൻസ് ഒന്നും അല്ലാട്ടോ ചെയ്യുന്നത്, ഞാൻ ജെയ് എൻ്റെ മനസ്സിൽ പോലും ഇല്ലാത്തൊന്നായിരുന്നു. അപ്പോൾ ഞാൻ പഠിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അല്ല പഠിച്ച് ഈ ലെവലിൽ എത്തിയത് നീറ്റിൻ്റെ ആയിരുന്നു, അതായത് നീറ്റ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഫൈനലി സെപ്റ്റംബറിൽ തന്നെ എക്സാം കണ്ടക്ട് ചെയ്യാമെന്നുള്ള ഡിസിഷനിലേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ സെപ്റ്റംബർ 2nd വീക്കിലാണ് നമ്മുടെ നീറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. 1st വീക്കിലാണ് ജെഇ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജെഇക്ക് വേണ്ടി ഞാൻ പ്രിപ്പയർ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ എന്തായാലും ഞാൻ ഫിസിക്സും കെമിസ്ട്രി എനിക്ക് ഓക്കെ ആണല്ലോ, അതായത് നീറ്റിന് വേണ്ടി ഞാൻ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലായിരുന്നു ഞാൻ ജെഇ അറ്റൻഡ് ചെയ്യാമെന്ന് വെച്ച് പോയിട്ടുണ്ടായിരുന്നത്. ജെഇ എൻ്റെ നടന്നിട്ടുണ്ടായിരുന്നത് സെപ്റ്റംബർ 6-നായിരുന്നു. ഫിസിക്സും കെമിസ്ട്രി ഞാൻ പ്രതീക്ഷിച്ചതിലും വലുതായിട്ട് അല്ലെങ്കിൽ നന്നായിട്ട് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റി. അതിനുശേഷം മാത്സ് ആയിരുന്നു കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷേ 1-2 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റി. ആ സമയത്താണ് നമുക്ക് ഈ സെക്ഷൻ ബി, അതായത് നമുക്ക് ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് എനിക്ക് കുറച്ച് രീതിയിൽ ചെയ്യാൻ പറ്റി, അത് ചെയ്തു. അങ്ങനെ വീണ്ടും തൊട്ടടുത്ത ആഴ്ചയാണ് നീറ്റ് വരുന്നത്. അപ്പോൾ നീറ്റിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ ജെയുടെ റിസൾട്ട് വന്നു. അപ്പോൾ എന്നെ വളരെ വലിയ രീതിയിൽ അടുപ്പിച്ചുകൊണ്ടുള്ള ഒരു റിസൾട്ട് തന്നെയായിരുന്നു. ഞാൻ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാണ്ട് ജസ്റ്റ് നോക്കിയായിരുന്നു. ഞാൻ നല്ല രീതിയിൽ ഫിസിക്സും കെമിസ്ട്രി അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ ഞാൻ റിസൾട്ട് നോക്കിയപ്പോൾ എനിക്ക് 98.7% ഉണ്ടായിരുന്നു. അതിൽ ഫിസിക്സിലാണെങ്കിൽ എനിക്ക് 99.91%, ഒപ്പം തന്നെ കെമിസ്ട്രി എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് 99.89% ഉണ്ടായിരുന്നത്. അപ്പോൾ അതെനിക്ക് വളരെ വലിയ രീതിയിൽ കോൺഫിഡൻസ് തന്നു. കാരണം ഞാൻ ഇതിനു മുന്നേ ഒറ്റ ജെഇ ക്വസ്റ്റ്യൻസ് പോലും ചെയ്തിട്ടില്ല. കംപ്ലീറ്റ്ലി നീറ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ രീതിയിലാണ് ഞാൻ കെമിസ്ട്രി ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും പഠിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ടാണ് ഞാൻ പോയിട്ട് ജെഇ അറ്റൻഡ് ചെയ്യുന്നത്. ഈ ഒരു ലെവലിൽ എനിക്ക് പെർസെൻറ്റേജിൽ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. മാത്സിന് 2% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 84 ആയിരുന്നു. ഞാൻ ന്യൂമറിക്കൽ എഴുതി ഏതെങ്കിലുമൊക്കെ ശരിയായിട്ടുണ്ടാവും, അങ്ങനെ കിട്ടിയ മാർക്കാണ് ആ ഒരു 84% എന്ന് പറയുന്നത്. അങ്ങനെ നീറ്റും വന്നു. സോ നീറ്റിൻ്റെ ഡേയും വന്നെത്തി, നീറ്റ് എഴുതി നോക്കുമ്പോൾ എനിക്ക് അതിനും നല്ല സ്കോർ നേടി. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് കുഴപ്പമില്ലാത്തൊരു മെഡിക്കൽ കോളേജിൽ കിട്ടുന്ന ഒരു മാർക്ക് ഞാൻ നേടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതാണ് എനിക്ക് ബെറ്റർ എന്നുള്ള ഒരു ചിന്ത കടന്നു വന്നു. സോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എനിക്ക് NITയെ കുറിച്ച് കുറച്ച് മുന്നേ ഉള്ളൊരു അറിവ്. സോ ഇത്രയും വലിയൊരു കോളേജിൽ എത്തിയിട്ടുണ്ടെങ്കിൽ വലിയൊരു കാര്യമായിരിക്കും. ഇതിൻ്റെ കൾച്ചറൽ ഫെസ്റ്റ് ആണെങ്കിലും ടെക്നിക്കൽ ഫെസ്റ്റ് ഒക്കെ ആണെങ്കിലും ഒക്കെ വളരെ വലുതാണെന്നുള്ള ആ ഒരു ചിന്തയും കാര്യങ്ങളും എല്ലാം കൊണ്ടും ഞാൻ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ ഫൈനലായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ സ്യൂട്ട് ആവുക അല്ലെങ്കിൽ ആപ്റ്റ് ആവുക ഫോർ മൈ കരിയർ NIT ആണെന്ന് ചൂസ് ചെയ്തു. അങ്ങനെ ഞാൻ NIT ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് എനിക്ക് 98.7% ഉള്ളതുകൊണ്ട്
എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് വേണമെങ്കിൽ കിട്ടും. സോ എനിക്കിപ്പോഴും സ്റ്റിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഇത്രയും നാൾ പഠിച്ച് നീറ്റിന് വേണ്ടി പഠിച്ച ഒരു സമയമാണെങ്കിലോ അല്ലെങ്കിൽ +1 +2 ആണെങ്കിലും എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ കെമിസ്ട്രി ആയിരുന്നു. അപ്പോൾ കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ള ഒരു കാര്യം എൻ്റെ ജീവിതത്തിലേക്ക് ആദ്യമായിട്ട് മൈൻഡിലേക്ക് കടന്നു വന്ന് ഈ ഒരു അഡ്മിഷൻ സമയത്തായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കെമിസ്ട്രി, കെമിക്കൽ എഞ്ചിനീയറിംഗ് അപ്പോൾ കുറച്ചുകൂടി എളുപ്പമാവും എന്നുള്ളൊരു ചിന്തയിൽ ഞാൻ നമ്മളുടെ ഫൈനൽ രജിസ്ട്രേഷൻ, അതായത് നിങ്ങൾക്ക് കോളേജ് ഓപ്റ്റ് ചെയ്യാനുള്ളൊരു ടൈമുണ്ട്, ഒരു ദിവസം ഒരു 10:30 വരെയായിരുന്നു എൻ്റെ ഒരു ഓർമ്മയിൽ ലാസ്റ്റ് നമ്മൾ ഫൈനലൈസ് ചെയ്യേണ്ടത്, അതായത് നമ്മൾ ഏത് കോളേജിൽ ഏത് ബ്രാഞ്ച് എടുക്കുന്നു എന്നുള്ളതിൽ. അപ്പോൾ ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നത് കമ്പ്യൂട്ടർ സയൻസിനായിരുന്നു ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിലേക്ക് കെമിക്കൽ എഞ്ചിനീയറിംഗ് വന്നുകൊണ്ട് ഫൈനൽ ഈ രജിസ്ട്രേഷൻ ക്ലോസ് ആവുന്നതിൻ്റെ 10 മിനിറ്റ് മുന്നേ ഞാൻ NIT കാലിക്കറ്റിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തു, കമ്പ്യൂട്ടർ സയൻസിന് സെക്കൻഡ് ആക്കി. ആ ഫസ്റ്റ് പ്രയോറിറ്റി തന്നെ എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് എടുത്തു NIT കാലിക്കറ്റിൽ. അപ്പോൾ ഇതാണ് എൻ്റെ കംപ്ലീറ്റ്ലി ഒരു JEE സ്റ്റോറി എന്ന് പറയുന്നത്. അങ്ങനെ ആ ഒരു കെമിസ്ട്രിയോടുള്ള ഒരു ഇഷ്ടം കെമിക്കൽ എഞ്ചിനീയറിംഗിൽ എത്തിയതിന് ശേഷം കുറേ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതായത് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്ന തെർമോഡൈനാമിക്സ് അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ എഞ്ചിനീയറിംഗ്, ആ രീതിയിലുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് കെമിക്കൽ എഞ്ചിനീയറിംഗ് എടുത്തുകൊണ്ട് പഠിക്കാൻ പറ്റി. അങ്ങനെ ഒരു 4th ഇയർ ആയപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ ഒരു കമ്പനിയിൽ പ്ലേസ്ഡ് ആയി. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു പ്യുവർ പാഷൻ എന്ന് പറയുന്നത് കെമിസ്ട്രി പഠിപ്പിക്കാനാണ്. അങ്ങനെ ഞാൻ ആ ജോബ് ഒഴിവാക്കിക്കൊണ്ട് ഞാൻ കെമിസ്ട്രി പഠിപ്പിക്കുക എന്നുള്ള രീതിയിലേക്കാണ് ഇന്ന് ഇവിടെ നിങ്ങളുടെ മുന്നിൽ വന്ന് എത്തിയിട്ടുള്ളത്. ഇതാണ് എൻ്റെ JEE സ്റ്റോറി. JEEക്ക് വേണ്ടി പഠിക്കാണ്ട് നീറ്റിന് വേണ്ടി പഠിച്ചു. അതും ലാസ്റ്റ് ഒരു മൊമെൻറ്റിലാണ് ഒരു മോട്ടിവേഷൻ കിട്ടി പഠിക്കാൻ തുടങ്ങിയത്. അതുവരെ ഉഴപ്പിൽ കളിച്ചു, അതായത് എക്സ്ട്രീം ഉഴപ്പിൽ കളിച്ചു. അവസാനം കിട്ടിയ ആ ഒരു മോട്ടിവേഷൻ, ഒരു സീനിയർ ദൈവദൂതനെ പോലെ എൻ്റെ മുന്നിൽ വന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എനിക്ക് കിട്ടിയ മോട്ടിവേഷൻ്റെ ഒറ്റ ബേസിലാണ് ഞാൻ പഠിക്കാൻ തുടങ്ങിയത്. പിന്നെ ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ ആയിരുന്നു, വരുന്നോടത്ത് വെച്ച് കാണാം. പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്ന എന്താണോ ഒരു നമ്മൾക്ക് എന്താ പറയുക, നമ്മളുടെ ഒരു മാക്സിമം പൊട്ടൻഷ്യൽ എന്നൊക്കെ പറയില്ലേ, അതെനിക്ക് എത്തിക്കണം എന്നുള്ളൊരു ഒറ്റ വാശിയുടെ പുറത്തായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ 100 ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ നോക്കിയതും അങ്ങനെ ആ ഒരു ലെവലിൽ എത്തിച്ചതും മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്തതും എന്നിട്ട് ഫൈനലി നല്ല രീതിയിൽ കെമിസ്ട്രിക്ക് ആണെങ്കിലും ഫിസിക്സിനാണെങ്കിലും പെർഫോം ചെയ്തതും എല്ലാം. സോ ഇതാണ് എൻ്റെ JEE സ്റ്റോറി.